ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ LNTV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രേവതി ഭയങ്കര കരച്ചിൽ, പൈസ പോയതിൻ്റെ പേരിൽ ഓരോരുത്തർ രേവതിക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്തത് എണ്ണി എണ്ണി പറഞ്ഞ് കരയാം. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സച്ചിത് രേവതിയെ സമാധാനിപ്പിക്കുകയാണ്. പൈസ നമുക്ക് ഉണ്ടാക്കാം, നിനക്കൊരാപത്തും പറ്റിയില്ലല്ലോ, അതല്ലേ ഏറ്റവും വലിയ കാര്യം എന്നൊക്കെ ചോദിച്ച് എനിക്കത് മാത്രം മതി എന്നൊക്കെ സച്ചി പറയുന്നു. നീ ഇങ്ങനെ വിഷമിക്കല്ലേ രേവതി എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. രേവതി എന്നും പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ ആ ചേച്ചിമാർ അങ്ങോട്ടേക്ക് വന്നു. സച്ചി ഞങ്ങളെന്നാൽ പോവാട്ടോ സച്ചി എന്നും പറഞ്ഞ. അപ്പോൾ രണ്ടുപേരോടും എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ കുട്ടിയല്ലേ രേവതി, ഞങ്ങൾക്ക് അങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റുമോ എന്നാ ചേച്ചിമാർ ചോദിക്കുവാണേ. അവിടുത്തെ പൂക്കടയിലെ ചേട്ടൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ടുണ്ടെന്നും അവരന്വേഷിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഏതായാലും നിങ്ങളൊരു പരാതി കൊടുക്കണം കേട്ടോ എന്നും ചേച്ചിമാർ പറയൂ. അപ്പോൾ കയ്യിലുള്ള മുറിവേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നും ഇല്ലെന്നാണ് ഡോക്ടർ പറഞ്ഞതെന്നൊക്കെയാണ് പറയണു. വരുമ്പോൾ ചെറിയ തലകറക്കം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇവിടെ നിർത്തിയതെന്നും ആ ചേച്ചി പറയാം. 2-3 മണിക്കൂർ നോക്കിയിട്ട് കുഴപ്പമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ പോവാന്നാണ് പറഞ്ഞതെന്നു. അങ്ങനെ ഇതെല്ലാം പറഞ്ഞ് ആ ചേച്ചിയൊക്കെ അങ്ങ് പോയി. അപ്പോൾ നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചു സച്ചി. അപ്പോൾ എനിക്കൊന്നും വേണ്ട സച്ചേട്ടാ, എനിക്കൊന്നും ഇറങ്ങിയില്ല എന്ന് രേവതി. അപ്പോൾ വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ടതാണെന്നും എല്ലാം പോയി എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുവാണ്. അങ്ങനെ സങ്കടപ്പെട്ട് രേവതി അവിടെ ഇരിക്കുന്നു. സമയം സച്ചി രേവതിയെ സമാധാനിപ്പിച്ച് കൂടെ ഇരിക്കുന്നു. പിന്നെയും രേവതി ഇരുന്ന് കരച്ചില. അപ്പോൾ എനിക്കത് ഓർക്കാൻ കൂടി വയ്യ സച്ചേട്ടാ, 5 ലക്ഷം രൂപയാണ് നഷ്ടപ്പെട്ടു പോയത്. അതിൽ നമ്മുടെ കടം വാങ്ങിയ കാശ് കൂടി ഇല്ലേന്നും രേവതി ചോദിച്ച്. അതൊക്കെ നമ്മൾ എങ്ങനെ തിരിച്ചു കൊടുക്കുമെന്നൊക്കെ ചോദിച്ച് കരയുമ്പം അതൊന്നും നീ ഇപ്പോൾ ഓർക്കണ്ട, നമുക്കതൊക്കെ വഴി ഉണ്ടാക്കാവുന്നേ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും ദേവും അമ്മയും ശരത്തും കൂടെ ഓടി വന്നു. മോളെ, അന്നേരം അമ്മേ മോക്ക് എന്തു പറ്റിയെന്നും ചോദിച്ച് ഭയങ്കര സങ്കടം ഇവർക്ക്. അപ്പോൾ വന്ന് ഭയങ്കര കരച്ചില്ല. അമ്മ എന്തു പറ്റി മോളേന്ന് ചോദിച്ചു. അന്നേരം അമ്മേ, ഞാൻ സ്വരുക്കൂട്ടി വെച്ച് കടം വാങ്ങിയൊക്കെ ചേർത്താ 5 ലക്ഷം രൂപ തികച്ചതെന്നും അതൊക്കെ പോയമ്മയെന്നും പറഞ്ഞ് രേവതി ഭയങ്കര കരച്ചില്ല. ഞാൻ കാരണം ഇതൊക്കെ സംഭവിച്ചത്, എൻ്റെ തെറ്റാണെന്നും പറഞ്ഞ് ഭയങ്കര കരച്ചിൽ. കുറച്ചുകൂടി ശ്രദ്ധിക്കണമായിരുന്നു, ഞാനത് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആരുടെ ശാപമാണോ എന്തോന്നും പറഞ്ഞ് അമ്മ. ചേച്ചി, കള്ളന്മാർ വന്ന് കാശ് തട്ടിയെടുത്തോണ്ട് പോയതിന് ചേച്ചി എന്ത് പഴച്ചു എന്ന് ചോദിച്ചു ശരത്ത്. എന്തിനാ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത്, അതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ച് ശരത്തും സമാധാനിപ്പിക്കുക. അപ്പം എത്ര പറഞ്ഞിട്ടും കേൾക്കണില്ല, ഒരേ കരച്ചിൽ തന്നെയാണെന്നും പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പം അപ്പോൾ പലരും ആഗ്രഹിച്ചതാ, പറഞ്ഞതാ എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിയില്ല എന്ന്. അപ്പോൾ അവസാനം അത് അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു എന്നും പറഞ്ഞ കരയുന്ന രേവതി. അവരൊക്കെ ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ടാവും എന്നും പറഞ്ഞിരിക്കുമ്പം രേവതി നീ എന്താ ഇങ്ങനെയെന്ന് ചോദിച്ചു. അപ്പം അത് വിട്ട് കളയേ ചേച്ചി, അതിനെപ്പറ്റി ചിന്തിക്കണ്ട, ഡോക്ടർ എന്താ പറഞ്ഞതെന്ന് ശരത്ത് ചോദിച്ചു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, കയ്യിൽ ചെറിയൊരു മുറിവുണ്ട്, അത് അവർ തള്ളിയിട്ടപ്പോൾ പറ്റിയതാണെന്ന് പറഞ്ഞു, വേറെ പ്രശ്നമോ കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ സച്ചി ഇങ്ങനെ ശരത്തിനോട് പറയട്ടോ. അപ്പം ചേച്ചി കാശ് പോയി എങ്ങനെയെങ്കിലും ഉണ്ടാക്കാം, ചേച്ചിക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ, കൂടുതലൊന്നും പറ്റാത്തത് തന്നെ ഭാഗ്യമല്ലേ എന്ന് നമ്മുടെ ദേവ് ചോദിച്ചു കേട്ടോ. പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പം സംഭവം നടന്നപ്പം ഒരാൾ പോലീസിൽ വിളിച്ചു പറഞ്ഞത്രേ, അവരന്വേഷിക്കാന്നാണ് പറഞ്ഞതെന്ന കാര്യം സച്ചി ഇവരോട് പറയാം. വേണമെങ്കിൽ നേരിട്ട് എന്നൊരു പരാതി കൊടുക്കാം, ഇവിടെ നിന്ന് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ വലിയൊരു ഓർഡറായിരുന്നു, അതൊന്നും ആവശ്യമില്ല, മോശമല്ലാത്തടത്തൊക്കെ കയ്യിൽ വന്നേനെ, ആ ഡെക്കറേഷൻ വർക്ക് എനിക്കിനി എടുക്കാൻ കഴിയില്ല, ആ ഓർഡർ ക്യാൻസൽ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ഒന്നും കിട്ടിയില്ല എന്ന് മാത്രമല്ല കയ്യിലുണ്ടായിരുന്നത് മുഴുവൻ പോവുകയും ചെയ്തു എന്നും പറഞ്ഞ് രേവതി ഭയങ്കര കരച്ചിലാട്ടോ. അമ്മയ്ക്കാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ല. സ്വന്തം അനിയത്തിക്ക് പോലും ഞാനിപ്പോൾ കടക്കാരിയായെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി എന്തൊക്കെയാ പറയുന്നത്, എന്നെ ഒരു അന്യമായിട്ടാണോ ചേച്ചി കാണുന്നതെന്ന് ദേവ് ചോദിച്ചു. നീ ശമ്പളത്തിൽ നിന്ന് മിച്ചം പിടിച്ച കാശല്ലേ മോളേത്, ഞാനല്ലേ അത് കൊണ്ടുപോയി തൊലച്ചതെന്നൊക്കെ ഇങ്ങനെ രേവതി ചോദിക്കുക. ദേവു, നിന്റെ കാശ് ഞാൻ തിരിച്ച് തരൂ കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ അതേ ചേച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ പോകും കേട്ടോ ഇവിടുന്ന്. പിന്നെ നിന്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്തുനിന്ന് 1 ലക്ഷം രൂപ നീ കടം വാങ്ങിച്ച് തന്നിരുന്നില്ലേ, ഫംഗ്ഷൻ കഴിയുന്നതിൻ്റെ പിറ്റേ ദിവസം കൊടുക്കാമെന്നായിരുന്നില്ലേ പറഞ്ഞിരുന്നത്, ആ ഡേറ്റിൽ ഇനി കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞത് രേവതി ദേവുവിനോട് പറഞ്ഞാൽ കരയുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ കേട്ട് സങ്കടപ്പെട്ട് നിൽക്കുക. നീ അദ്ദേഹത്തിനോട് കുറച്ചുകൂടി സാവകാശം ചോദിക്കണമെന്നും, നിനക്ക് മടിയാണെങ്കിൽ നീ സംസാരിക്കണ്ട, എനിക്ക് അദ്ദേഹത്തെ ഒന്ന് ഫോണിൽ വിളിച്ച് തന്നാൽ മതി, ഞാൻ സംസാരിച്ചോളാമെന്ന് പറയുമ്പോൾ വേണ്ട, അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞോളാമെന്ന് നമ്മുടെ രേവതിയോട് ദേവ് പറഞ്ഞു. അങ്ങനെ ഇവർ സംസാരിക്കുമ്പം എന്നാലും ആരാ ഈ ദ്രോഹം ചെയ്തതെന്ന് അമ്മ ചോദിക്കാം. ഇവരുടെ കയ്യിൽ കാശുണ്ടെന്ന് അവരെങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്നൊക്കെ ഇങ്ങനെ അമ്മ ചോദിക്കുക കേട്ടോ. അപ്പം അത് തന്നെ അമ്മ എനിക്കും മനസ്സിലാവാത്തതെന്നൊക്കെ പറയുമ്പോൾ അമ്മേ, ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന് എനിക്ക് ചെറിയൊരു ഊഹം ഉണ്ടെന്ന് നമ്മുടെ സച്ചി പറഞ്ഞു കേട്ടോ.
പിന്നെ പോലീസ് പിടികൂടുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവരെ പിടികൂടും. നമ്മുടെ സച്ചി നഷ്ടപ്പെട്ട കാശ് തിരിച്ചു പിടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാമെന്നും പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് അമ്മ വിഷമിക്കാനൊന്നും ഇല്ലയെന്നും പറഞ്ഞ് സച്ചി സമാധാനിപ്പിക്കാൻ. ഇനി ഇതിൻ്റെ പേരിൽ ഉണ്ണാതെ ഉറങ്ങാതെ ഇരുന്ന് വലിയ അസുഖമൊന്നും വരുത്തി വെക്കേണ്ട. രേവതിക്കൊന്നും പറ്റിയില്ലല്ലോ, അതിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത്. നിങ്ങൾ വീട്ടിലേക്ക് പൊയ്ക്കോളാൻ പറഞ്ഞു സച്ചി. അങ്ങനെ അവരെ നിർബന്ധിച്ച് വീട്ടിലേക്ക് പറഞ്ഞു വിടാൻ നോക്കുക. ചേച്ചി സച്ചേട്ടൻ പറഞ്ഞ ചേച്ചി കേട്ടില്ലേ, വിഷമിക്കാതിരിക്കാൻ ശരത്തും പറഞ്ഞു. അങ്ങനെ അവരവിടുന്ന് യാത്ര പറഞ്ഞ് പോകുക കേട്ടോ. അങ്ങനെ അവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ പിന്നെയും സച്ചി രേവതിയും കൂടി ഇങ്ങനെ അവിടെ ഇരിക്കുന്നു. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് ആ പൈസ ഇനി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അത് പോയത് തന്നെയാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മി അമ്മ ഇങ്ങനെ ദേവുവിനോടും ശരത്തിനോടും പറഞ്ഞുകൊണ്ട് വരുന്നു. ഒരു 5 ലക്ഷം രൂപ നമ്മളെപ്പോലുള്ളവരുണ്ടാക്കണമെങ്കിൽ എത്ര കാലം വേർപ്പൊഴുകണമെന്ന് പറയും. അവനൊന്നും ഒരു ഗതിയും പിടിക്കില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ദേവുവിൻ്റെ ഫോണിലേക്ക് കോള് വന്നു. അരുണേട്ടനാണല്ലോ, ഇത് അരുണേട്ടൻ എങ്ങനെ കാശ് കൊടുക്കും എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ദേവു ചിന്തിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. ദേവു നേരത്തേക്ക് അമ്മയോട് അമ്മേ ഞാനിപ്പോൾ വരാം 1 മിനിറ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു. അപ്പോൾ അമ്മയും ശരത്തും കൂടി അങ്ങനെ അങ്ങോട്ടേക്ക് നടന്നു പോണു. അപ്പോൾ ദേവു ഫോൺ എടുത്തു കേട്ടോ. ഹലോ അരുണേട്ടാ, നീ ഇത് എവിടെയാ ദേവു? അരുണേട്ടാ നിനക്കെന്താ ഒരു വിഷമം പോലെ, നീ എന്താ കാര്യം പറയാൻ പറഞ്ഞു. അപ്പം എൻ്റെ ചേച്ചിക്ക് വേണ്ടി ഞാൻ അരുണേട്ടൻ്റെ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപ വാങ്ങിയില്ലേ? ആ അല്ല, തൻ്റെ ചേച്ചി അഡ്വാൻസ് കൊടുത്തോ? അപ്പോൾ കൊടുക്കാൻ കഴിഞ്ഞില്ല, എല്ലാം ചേർത്ത് ഒരു 5 ലക്ഷം രൂപ ചേച്ചി സംഘടിപ്പിച്ച് കൊണ്ടുവന്നായിരുന്നു. അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി പോകുന്ന വഴി 2 പേര് വന്ന് ചേച്ചിയുടെ കയ്യിൽ നിന്ന് കാശ് തട്ടിയെടുത്ത് കടന്നു കളഞ്ഞു. അയ്യോ നീ എന്നൊക്കെ പറയുന്നത്? പിടിവലിക്കിടയിൽ ചേച്ചി അവരെ റോഡിൽ തള്ളിയിട്ടു. ചേച്ചി ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്, ഞാൻ ചേച്ചി കണ്ടിട്ട് തിരിച്ചു പോകുന്ന വഴിയാണെന്ന് പറയുമ്പോൾ എന്നിട്ട് കാര്യമായിട്ട് എന്തെങ്കിലും പറ്റുമോ ചേച്ചിക്ക്? കൈക്ക് ചെറിയൊരു മുറിവുണ്ട്, ഭാഗ്യത്തിന് കൂടുതലൊന്നും പറ്റിയില്ല എന്ന് പറഞ്ഞു ദേവുവേ. പിന്നെ അരുണേട്ടൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ കാശ് ഉടനെ തിരിച്ചു തരാൻ കഴിയില്ല, എനിക്ക് കുറച്ച് സാവകാശം വേണമെന്ന് ദേവു പറയാട്ടോ. ഞാൻ കുറച്ചായിട്ട് തന്ന് തീർത്തോളാം എന്ന് പറയുമ്പം എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ നിന്നോട് കാശ് തിരിച്ച് ചോദിച്ചായിരുന്നോ? നീ എന്നെക്കുറിച്ച് അങ്ങനെയാണോ കരുതി വെച്ചിരിക്കുന്നത്? ഞാൻ ചോദിക്കാതെ അരുണേട്ടൻ എന്നെ സഹായിച്ചേ, അതിങ്ങനെയായി പോയി എന്ന് ദേവു പറയുമ്പം നീ വിഷമിക്കാതിരിക്കുക. എവിടെ വെച്ചാൽ ഇത് നടന്നതെന്ന് ചോദിച്ചു. അത് പിന്നെ എരങ്ങല്ലൂരിൽ വെച്ചാ, അവിടെ ഒരു പൂക്കടയുണ്ട്, അവിടെ അടുത്ത് വെച്ചാണെന്നാ പറഞ്ഞതെന്ന് പറഞ്ഞപ്പം ശരി ഇത് ഞാൻ നോക്കിക്കോളാം, ചേച്ചിയോട് വിഷമിക്കണ്ടെന്ന് പറയാൻ പറഞ്ഞു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ പറഞ്ഞു. ശരി ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു ഫോണും കട്ട് ചെയ്തു. പിന്നെ രേവതി വിഷമിച്ചിരിക്കുന്നു. ഡോക്ടർ അപ്പോൾ അങ്ങോട്ടേക്ക് വന്നു. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് വീട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞു. പിന്നെ കൈ ഡ്രസ്സ് ചെയ്യാൻ ഇടയ്ക്ക് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും രേവതിയുടെ ഫോണിലേക്ക് കോള് വരിക. ഹലോ ചേട്ടാ എന്നും പറഞ്ഞ് ഫോൺ എടുത്തപ്പോൾ പൂക്കടയിലെ ചേട്ടനാ. അഡ്വാൻസ് തരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഏട്ടാ, പെട്ടെന്ന് 5 ലക്ഷം രൂപയൊക്കെ ഞാൻ എവിടെ നിന്ന് സംഘടിപ്പിക്കാനാണെന്നൊക്കെ ചോദിച്ചു കേട്ടോ. അപ്പോൾ എൻ്റെ കാശ് പോയെന്നും പറഞ്ഞ് ഓർഡർ ക്യാൻസൽ ചെയ്യാൻ പറയണമെന്നൊക്കെ പറയാം, അവർ വേറെ ആർക്കെങ്കിലും കൊടുത്തോട്ടെ എന്നൊക്കെ ഇങ്ങനെ രേവതി സങ്കടത്തോടെ പറയുമ്പം എന്തിനാ ഓർഡർ ക്യാൻസൽ ചെയ്യുന്നത്? രേവതി അഡ്വാൻസ് തന്നല്ലോ എന്നാ ചേട്ടൻ പറയണേ. അഡ്വാൻസ് തന്നെന്നോ? എന്താ ചേട്ടാ ഈ പറയുന്നത്? കളിയാക്കാണോ എന്ന് രേവതി അന്നേരം ആ ചേട്ടനോട് ചോദിച്ചു. അതല്ല രേവതി, നിൻ്റെ പേരിലേ ഒരാൾ എനിക്ക് അഡ്വാൻസ് ഇവിടെ കൊണ്ടുവന്ന് തന്നായിരുന്നല്ലോ. ഇത്രയും വലിയ തുക എനിക്ക് വേണ്ടി ആര് തരാനാ? അപ്പോഴത്തേക്ക് സച്ചിൻ ഞെട്ടിട്ടോ ഈ ഫോണിൻ്റെ ഒരു സംസാരം. അപ്പം നിനക്കെന്താ ഇത് വിശ്വാസം വരുന്നില്ലേ? സത്യരേവതി ഞാൻ ഈ പറഞ്ഞത്. ചേട്ടാ ആരാ തന്നത്? അവരുടെ പേരെന്താ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ പേരൊന്നും എന്നോട് പറഞ്ഞില്ല, ഒരു സ്ത്രീയാ കൊണ്ടുവന്ന് തന്നത്. 5 ലക്ഷം രൂപ മാത്രമല്ല, അതിൻ്റെ കൂടെ ഒരു 1.5 ലക്ഷം രൂപ കൂടി എക്സ്ട്രാ തന്നെന്നും പറഞ്ഞു. ഇത് കേട്ടപ്പോൾ രേവതി ഞെട്ടി. മൊത്തം കാശിൽ ഇത് കുറച്ചിട്ടുള്ളത് ബാക്കി തന്നാൽ മതി എന്ന് പറയുമ്പോഴത്തേക്കും ഈശ്വര ചേട്ടാ സത്യമാണോ ഞാൻ കേൾക്കുന്നതെന്നൊക്കെ ചോദിച്ചു. ഭയങ്കര ഇത് ആരാ അവർ? അപ്പോൾ എനിക്കവരെ അറിയില്ല, ഞാൻ അവരെ ആദ്യമായിട്ടാണ് കാണുന്നത് രേവതി, എന്താണെന്നൊന്നും എനിക്കറിയില്ല. പറഞ്ഞ ഡേറ്റിന് ഞാൻ പൂ ഇറക്കി തന്നിരിക്കും, വർക്ക് ഗംഭീരമായിട്ട് തന്നെ ചെയ്യണം കേട്ടോ എന്നാൽ ചേട്ടൻ രേവതിയോട് പറയുമ്പം ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ അത്ഭുതം തന്നെയാണല്ലോ സംഭവിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു രേവതി. എനിക്ക് ഇപ്പോഴും അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ സത്യം ഞാൻ പറഞ്ഞു, ശരിക്കും ഇത് അത്ഭുതം തന്നെയാണെന്ന് ചേട്ടനും പറഞ്ഞു. അപ്പോൾ ശരി ഏട്ടാന്ന് പറഞ്ഞ ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് എന്താ രേവതി എന്ന് സച്ചി ചോദിച്ചപ്പോഴത്തേക്കും ഇവരെ സച്ചിയോട് പറയാം 5 ലക്ഷം രൂപ കൊണ്ടുവന്ന് കൊടുത്തു. 5 ലക്ഷം രൂപ മാത്രമല്ല, അതിൻ്റെ കൂടെ 1.5 ലക്ഷം രൂപയും കൂടെ കൊടുത്തു അത്രയെന്ന് പറഞ്ഞാൽ നമ്മുടെ രേവതി ഇങ്ങനെ പറയാം. അപ്പോൾ സച്ചിക്കും ആകാം എന്താ പറയുമ്പോൾ ചേട്ടാ എന്തൊക്കെയാണ് നടക്കുന്നേ, ഇത് എന്താ സംഭവിച്ചേ, ആരായിരിക്കും ഇത് കൊടുത്തേ എന്ന് സച്ചി രേവതിയോട് ചോദിക്കണം. ഇത്രയും വലിയൊരു തുക, അതും നിനക്ക് വേണ്ടി കൊടുക്കാനും മാത്രം, അവർ നമ്മുടെ ആരാ എന്താ ഇങ്ങനെയൊക്കെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ കാശ് നഷ്ടപ്പെട്ടാലും ഉറക്കം നഷ്ടപ്പെട്ടില്ലല്ലോ എന്ന് നമ്മുടെ രേവതി പറയാട്ടോ. എന്നാലും ആരാണാവോ ദൈവം പോലത്തെ ആ വ്യക്തി നമ്മുടെ രേവതി ഇങ്ങനെ ഇരിക്കുന്നത്? വേറെ ആരുമല്ല, നമ്മുടെ അച്ചമ്മ തന്നെ.
അച്ചമ്മയാണ് ദൈവമായിട്ട് അവതരിച്ചെത്തിയത്. അതങ്ങനെ അവരതെല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ട് പോകാൻ തുടങ്ങുന്നു. ഇതേ സമയം പിന്നെ കാണിക്കുന്ന സുധിയാട്ടോ. സുധി ഇങ്ങനെ ഷോറൂമിൽ നിൽക്കും. അപ്പോൾ സുധിയെ കാണാൻ വന്നു. സുധിയുടെ അച്ഛനും അമ്മയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലേ എന്ന് ചോദിച്ചു വന്ന് ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുക. സുധിയുടെ അമ്മ അങ്കിളിൻ്റെ അടുത്ത് കള്ളം പറഞ്ഞിട്ടില്ലേ? ശ്രുതിയുടെ മുഖത്ത് പോലും നോക്കുന്നില്ല. അങ്കിൾ അറിയാതെ രഹസ്യമായിട്ട് എന്തൊക്കെയാ അതിന് ചെയ്തിട്ടുണ്ട് ഇല്ലേ? വേണമെങ്കിൽ ഞാനതൊക്കെ എണ്ണി പറഞ്ഞുതരാം. എന്താ പറയട്ടെ? അവർ വഴക്ക് കൂടാറില്ലേ? പിണങ്ങാറുമില്ലേ? പിന്നെ എന്താ ഭാര്യ ഭർത്താക്കന്മാരായ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? ശ്രുതിക്കാണെങ്കിലും ഉണ്ടാട്ടോ ഇല്ല. അതൊക്കെ സാധാരണയായ കാര്യങ്ങളല്ലേ സുധി? കുറച്ച് ദിവസം പിണങ്ങിയിരുന്നു എന്നൊക്കെ ഇരിക്കും, പിന്നെ ഇണങ്ങും. പക്ഷെ ശ്രുതി എന്താ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ ചോദിച്ച് ശ്രുതി ഇങ്ങനെ അലച്ചുകൊണ്ടിരിക്കാം. ശ്രുതിയുടെ അമ്മ പറയുന്നത് കേട്ട ശ്രുതി ഇങ്ങനെയൊക്കെ എന്നോട് കാണിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ തീരുമാനം എടുക്കേണ്ടത് നമ്മളാ, അല്ലാതെ മറ്റുള്ളവരല്ല. എന്താ അത് മനസ്സിലാക്കാത്തെ? എൻ്റെ അവസ്ഥയെക്കുറിച്ച് എന്താ ആലോചിച്ച് നോക്കാത്തെ? അപ്പം ഞാൻ എന്തിന് നിൻ്റെ അവസ്ഥയെക്കുറിച്ച് ആലോചിക്കണമെന്ന് ശ്രുതിയോട് ചോദിച്ചു. എല്ലാം മറന്ന് നിന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി വന്നവനല്ലേ ഞാനെന്ന് ചോദിച്ചു. പക്ഷേ എന്നിട്ട് നീ എന്നോട് കാണിച്ചത് എന്താ? നീ ഗർഭിണിയാണെന്ന് നുണ പറഞ്ഞില്ലേ? ഞങ്ങളെയൊക്കെ വീണ്ടും വിഡ്ഢികളാക്കാൻ നോക്കിയില്ലേ എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞു ശ്രുതി ഇങ്ങനെ നിൽക്കുക. മനസാക്ഷി എന്ന് പറയുന്ന ഒന്നും ഉണ്ടോടി നിനക്ക്? നീ ഒരു പെണ്ണ് തന്നെയാണോടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നീ എന്നോട് ഇങ്ങനെ ഒരു കള്ളം പറയുന്നു ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചിരുന്നില്ല. നീ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ എന്തുമാത്രം സന്തോഷിച്ചെന്ന് നിനക്കറിയാവോ? പിന്നെ നിന്നെ ഞാൻ ഒരുപാട് വിശ്വസിച്ചു പോയി. പക്ഷേ നീ വീണ്ടും എന്നെ ചതിക്കാനാണ് നോക്കിയതെന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പം എന്നോട് ക്ഷമിക്കൂ സുധി, എന്തുകൊണ്ട് എനിക്ക് കള്ളം പറയേണ്ടി വന്നുവെന്ന് ഞാൻ സുധിയോട് പറഞ്ഞതല്ലേ. ഒന്ന് മനസ്സിലാക്കുക ഓരോരോ ന്യായീകരണങ്ങൾ. നീ ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടൊന്നും എൻ്റെ മനസ്സൊന്നും മാറാൻ പോകുന്നില്ല. അതാർത്ത് നീ ഇരിക്കുകയും വേണ്ട. ഞാൻ എൻ്റെ കുഞ്ഞിനെ കുറിച്ച് എന്തൊരു സ്വപ്നം കണ്ടെന്ന് നിനക്കറിയാം. അച്ഛനാകാൻ പോകുന്നതിൻ്റെ സന്തോഷത്തിലായിരുന്നു ഞാൻ. നിനക്കറിയാവോ? എല്ലാം നീ ഓരോ നിമിഷം കൂടെ തകർത്ത് കളഞ്ഞില്ലേ എന്ന് ചോദിച്ചു. എനിക്ക് നിരാശയല്ല, എനിക്കിപ്പം നിന്നോട് ദേഷ്യം തോന്നുന്നത്. എന്നോട് കള്ളം പറഞ്ഞതിൽ എന്നെ പറ്റിച്ചതിൽ എല്ലാം ദേഷ്യം എനിക്ക് നിന്നോടെന്ന് പറഞ്ഞപ്പോൾ സുധീരനെ ഒന്ന് മനസ്സിലാക്കുക. സുധീര വിഷമമൊക്കെ എനിക്ക് അറിയാം, പക്ഷെ ഞാനൊന്നും മതി, നിർത്തിക്കോ. ഇനി നീ കൂടുതൽ എൻ്റെ മുന്നിൽ സംസാരിക്കേണ്ട പറഞ്ഞേക്കാം ഞാനെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ നിന്ന് ആട്ടി ഇറക്കി വിടുക കേട്ടോ. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അച്ചമ്മ വീട്ടിൽ വന്നിരിക്കുന്നു. രവിയേട്ടനും ചന്ദ്രയൊക്കെ തൊട്ടരികിലുണ്ട്, നമ്മുടെ ഈച്ചി അരികിലുണ്ട്. അങ്ങനെ ഇവരിയ്ക്കുമ്പോൾ അച്ഛമ്മ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോഴാണ് അവർ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ രേവതിയും സച്ചിയും കൂടെ കയറി വരുന്നത് കണ്ടപ്പോൾ ചന്ദ്രമതിക്ക് ഭയങ്കര പുച്ഛവും പരിഹാസവും ചിരിയും ഒക്കെ. അപ്പോൾ അങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇവർ കയറി വരുമ്പോൾ അച്ഛമ്മയെ ഇവർ കണ്ടു. ദേ അച്ഛമ്മ, എന്താ ഇത്? അച്ഛമ്മയെന്ന് പറഞ്ഞുകൊണ്ട് രേവതി ഓടി അച്ഛമ്മയുടെ അടുത്തേക്ക് ചെന്നു. അച്ഛമ്മയെ കെട്ടിപ്പിടിച്ച് എന്തിനാ എൻ്റെ മോള് കരയണേന്ന് അച്ഛമ്മ ചോദിച്ചു. അപ്പം എല്ലാം ഞങ്ങൾ അറിഞ്ഞു മോളെ, എന്തായാലും കൂടുതലൊന്നും പറ്റാത്തത് ഭാഗ്യമെന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്ന് അച്ഛമ്മ എപ്പോഴാണ് വന്നതെന്ന് ചോദിച്ചു സച്ചി. ഞാൻ വന്നിട്ട് കുറച്ച് നേരം ആയി എന്ന് അച്ഛമ്മ പറയാം. നീ എന്താടാ ഇവിടെയെന്ന് ചോദിച്ചപ്പം അതൊക്കെ ഉണ്ട് നമ്മുടെ ഈച്ച. അപ്പോൾ ദേ രേവതി ഇരുന്ന് ഭയങ്കര കരച്ചില്ല. കടം മേടിച്ചിട്ടാ 5 ലക്ഷം രൂപ തികച്ചത്. ആ കാശ ഇപ്പം നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞ് നമ്മുടെ രേവതി ഭയങ്കര കരച്ചിലാട്ടോ. അച്ഛമ്മയോട് സങ്കടം പറഞ്ഞു. അപ്പം ചന്ദ്രമതി എന്ന് പറഞ്ഞിരിക്കുന്നു. പോയത് പോട്ടെ, ഇനി കരഞ്ഞാൽ തിരിച്ചു കിട്ടുമോ പോയത് എന്ന് ചന്ദ്രമതി ചോദിക്കും. അപ്പോൾ സച്ചി ഇങ്ങനെ നോക്കും കേട്ടോ ചന്ദ്രയെ. ചെന്ന് അടുക്കളയിൽ കയറി വല്ലതും ഉണ്ടാക്കാൻ നോക്ക്, എനിക്ക് വിശക്കുന്നു എന്ന് ചന്ദ്ര രേവതിയോട് പറയുമ്പോഴേക്കും നിനക്ക് വിശക്കുന്നുണ്ടെങ്കിലേ നീ ഉണ്ടാക്കി കഴിക്കടിയെന്ന് പറഞ്ഞു അച്ഛമ്മ. ഈ സമയത്ത് അവളുടെ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രയുടെ വായ അടപ്പിച്ച അച്ഛമ്മ. ഞങ്ങളുടെ കാശ് നഷ്ടപ്പെട്ടു, അവൾ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് വരുക. ഇതൊക്കെ അറിഞ്ഞിട്ടും നിങ്ങളത് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് സച്ചി ചോദിച്ചിട്ടോ. അല്പം പോലും മനസ്സാക്ഷിയില്ലേ നിങ്ങൾക്ക്? അതുകൊണ്ടെങ്കിൽ ഇവളിങ്ങനെ പറയോടാ. ചന്ദ്രയ്ക്കൊന്നും പിടിച്ചില്ല. ചന്ദ്ര ഇങ്ങനെ തുറച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. ആ സമയത്ത് നഷ്ടപ്പെട്ടത് എനിക്കാ, അമ്മയ്ക്കല്ലല്ലോ എന്ന് രേവതി അന്നേരം പറഞ്ഞു. വിഷമം അറിയണമെങ്കിലേ സ്വന്തം കയ്യിലുള്ളതോ നഷ്ടപ്പെടണമെന്ന് രേവതി അന്നേരം പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പം കാശ് നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് പൂക്കടയിൽ അഡ്വാൻസ് കൊടുക്കാൻ പറ്റിയില്ലല്ലോ, ഇനിയിപ്പോൾ എങ്ങനെയാണ് ഡെക്കറേഷൻ ചെയ്യുക? ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് അച്ഛൻ ചോദിച്ചു. അവരിപ്പോൾ നിങ്ങൾക്കത് ഓർഡർ മറ്റാർക്കെങ്കിലും കൊടുക്കത്തില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കേട്ടോ. അത് കേട്ടപ്പം ഇല്ലച്ചാ, പൂക്കടയിൽ അഡ്വാൻസ് കൊടുത്തിരുന്നച്ചാ എന്ന് പറഞ്ഞു. എന്ന് ചോദിച്ചു ചന്ദ്ര. കൊടുത്തിരുന്നെന്നോ? എങ്ങനെ? ആരാ കൊടുത്തേ? എങ്ങനെയാ കൊടുത്തേ? ഇത്രയും വലിയ തുക എവിടെ നിന്നാടാ കിട്ടിയേ? ആരാ തന്നേ എന്നൊക്കെ അച്ഛൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ അച്ഛമ്മ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുക. അപ്പം കാശ് നഷ്ടപ്പെട്ട വിഷമത്തിലിരിക്കുകയായിരുന്നു ഞങ്ങൾ. അപ്പോൾ പൂക്കടയിൽ നിന്ന് വിളിച്ച് രേവതിയുടെ പേരിൽ ഒരു സ്ത്രീ അഡ്വാൻസ് കൊടുത്തു എന്ന് പറഞ്ഞു. ആ സ്ത്രീയുടെ പേര് എത്ര ചോദിച്ചിട്ട് അവർ പറഞ്ഞില്ല എന്ന് സച്ചി പറയാട്ടോ. അതിപ്പോൾ ആരാടാ? അതാരാ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ? അച്ഛമ്മ ഇരുന്ന് ചിരിക്കുക ഇങ്ങനെ.
ആ സമയത്ത് നമ്മുടെ ഈച്ചയും ചിരിക്കുന്നു. അഡ്വാൻസ് മാത്രമല്ല 1,50,000 രൂപ അവർ കൂടുതൽ കൊടുക്കുകയും ചെയ്തെന്ന് പറഞ്ഞു. ചന്ദ്രമതി അത് കേട്ട് തകർന്ന് തരിപ്പണായിപ്പോയി. മോളെ ആരാ അവര്, എന്തിനാ അവര് നിങ്ങൾക്ക് വേണ്ടി കാശ് കൊടുത്തേ? സച്ചി പറഞ്ഞത് ആരാ എന്താണെന്നൊന്നും അറിയില്ല അച്ഛാന്ന്. ഒരുപക്ഷെ ഈ പൈസ തട്ടിയെടുക്കാൻ കാരണം ഹേമയാണ്. ആ ഹേമയെന്ന് പറഞ്ഞ സ്ത്രീ ഇനി കുറ്റബോധം തോന്നി പൈസ തിരിച്ചു കൊടുത്തതായിരിക്കുമോ എന്ന് സച്ചി ചോദിച്ചു കേട്ടോ. അന്നേരം തട്ടിയെടുത്തത് 5 ലക്ഷം രൂപ, അതിൻ്റെ കൂടെ 1,50,000 രൂപയും കൂടെ കൂടുതൽ കൊടുത്തെന്നല്ലേ പറയണേ. അവരങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യില്ല, അതിൻ്റെ ആവശ്യം എന്താ, അങ്ങനെ ചെയ്യില്ലടാന്ന് പറഞ്ഞു. ചന്ദ്രൻ നേരം ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുക, അച്ഛമ്മ അവിടെ ഇരുന്ന് ചിരിക്കുന്നു. അപ്പം ഞാനും അത് പറഞ്ഞു, അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന്, ആരാന്ന് അറിയില്ല എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ ഇരുന്ന് ആലോചിക്കുക. അപ്പോൾ ഞാൻ നിങ്ങളോടൊരു കഥ പറയാം, അതും ഒരു സ്റ്റണ്ടിൻ്റെ കഥ. അപ്പം നിങ്ങൾക്ക് ആരാ എന്താ ഏതാന്നൊക്കെ മനസ്സിലാകും. നമ്മുടെ ഈച്ച ചന്ദ്രമതി ഇങ്ങനെ നോക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ ഈച്ച പറയാൻ തുടങ്ങും. ഇവനീ പറയാൻ തുടങ്ങുന്നതെന്ന് ഓർത്ത് ഇങ്ങനെ ഇരിക്കുന്നു. ചന്ദ്രമതിയുടെ കണ്ണിൽ കൂടെ പൊന്നീച്ച പറന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. ടാറ്റാ.